ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഹായ്, ഞാൻ ശ്വേത. ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. ആദ്യം ഞാൻ എന്നെ പറ്റി പറയാം. എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് രാഹുൽ. അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അവിടെ MNC കമ്പനിയിലാണ്. ഞാനാണെങ്കിൽ നല്ല കിടിലൻ സുന്ദരിയാണ്. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കേരളത്തിലാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പുരുഷനെ വേണ്ടാത്ത രീതിയിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. ഞാൻ കഥയിലേക്ക് വരാം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായപ്പോൾ രാഹുൽ ബാംഗ്ലൂരിൽ പോയി. പിന്നെ എൻ്റെ ജീവിതം രാഹുലിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ഞാനും എൻ്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും മാത്രമായി. എൻ്റെ അമ്മായി അച്ഛൻ്റെ പേര് അമിത് എന്നാണ്. അദ്ദേഹം ഒരു റിട്ടയർ ആർമി ഓഫീസറാണ്. അദ്ദേഹം വീട്ടിൽ പട്ടാള ചിട്ടയിലാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മായി അമ്മയ്ക്ക് അദ്ദേഹത്തെ നല്ല ബഹുമാനമാണ്. എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. എൻ്റെ ഭർത്താവിനേക്കാളും എല്ലാം കൊണ്ട് യോഗ്യനാണ് എൻ്റെ അമ്മായി അച്ഛൻ. എൻ്റെ ലൈഫ് ഒരു പരാജയമാണ്. ഞാൻ എൻ്റെ ഭർത്താവിൽ സംതൃപ്തയായിരുന്നില്ല. അങ്ങനെയിരിക്കെ എൻ്റെ ഭർത്താവ് എന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ എല്ലാം ശരിയാക്കി വരുമ്പോഴാണ് എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഒരു അപകടം പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഒടുവിൽ ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അമ്മായി അമ്മയെ നോക്കിക്കൊണ്ട് ആ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയം എൻ്റെ അമ്മായി അച്ഛൻ വളരെ വിഷമത്തിലായിരുന്നു. കാരണം അമ്മായി അമ്മയുടെ ആ അപകടമാണ്. പക്ഷേ അദ്ദേഹം എൻ്റെ ഭർത്താവിനോടും എന്നോടും പറഞ്ഞു, നീ വേണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയിക്കോ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു വേണ്ട എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡോക്ടർ വന്ന് എൻ്റെ അമ്മായി അച്ഛനോട് ആ കാര്യം പറയുന്നത്. അമ്മായി അമ്മയുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ്. അവർക്ക് ഇനി 3-4 വർഷത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഒരു ബന്ധത്തിലും ഏർപ്പെടാൻ ഇനി ഒരു 5 വർഷത്തേക്ക് പറ്റില്ല. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അമ്മായി അച്ഛന് വളരെ വിഷമമായി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവിടേക്ക് വന്നതും അത് കേൾക്കുന്നതും. അത് കേട്ടപ്പോൾ ഞാൻ വളരെ ഷോക്കായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനും അദ്ദേഹവും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ വിരഹം തന്നെയാണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് പോയി. അങ്ങനെ ഞാൻ ആ വീടിൻ്റെ മുഴുവൻ കൺട്രോൾ എൻ്റെ കയ്യിലായി. ഞാൻ അമ്മായി അമ്മയെ നോക്കി എൻ്റെ വീടിൻ്റെ നല്ലൊരു കുടുംബനാഥയായി. ഞാൻ വീടിൻ്റെ എന്ത് കാര്യവും എൻ്റെ കാര്യമായി ഞാൻ കരുതി. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമായി. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ അമ്മായി അച്ഛനോട് ഒരു ക്രഷ് ഉണ്ടാകാൻ തുടങ്ങി. അത് പിന്നീട് വളർന്ന് എനിക്ക് അദ്ദേഹത്തോട് പ്രണയമായി മാറി. അപ്പോൾ എൻ്റെ അമ്മായി അമ്മയുടെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ എൻ്റെ അമ്മായി അച്ഛനെ പ്രേമിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അദ്ദേഹം എന്നെ ഒരു മോളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു. ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള മരുമകൾ എന്ന ചിന്ത മാറ്റണം. അങ്ങനെ ഞങ്ങൾ പതുക്കെ പരസ്പരം അടുത്തു. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമായി പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അമ്മായിയമ്മയെ വെറുക്കാൻ തുടങ്ങി. അമ്മായിയമ്മയുടെ സ്ഥാനത്ത് പതുക്കെ കയറി പറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. അത് സ്വപ്നം കാണാനും തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ അമ്മായിയമ്മയുടെ ഡ്രസ്സെല്ലാം ഇടാൻ തുടങ്ങി. ഞാൻ എൻ്റെ അമ്മായിയച്ഛനെ വളക്കാൻ ശ്രമിച്ചു. ഞാൻ എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ വരെ അദ്ദേഹത്തെ അറിയിച്ചു. എൻ്റെ പാട് വരെ ഞാൻ അദ്ദേഹത്തോട് വാങ്ങിക്കാൻ പറഞ്ഞു. അടിവസ്ത്രങ്ങൾ എന്നിവയുടെ അളവ് വരെ ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തു. അങ്ങനെ എൻ്റെ എല്ലാ സ്വകാര്യ കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു. അങ്ങനെ ഒരു പരിധി വരെ ഞാൻ എൻ്റെ അമ്മായി അച്ഛനിൽ നിന്ന് എൻ്റെ അമ്മായി അമ്മയെ മാറ്റി നിർത്തുന്നതിൽ വിജയിച്ചു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായി അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് അത് അത്ര എളുപ്പമല്ല.
കാരണം ഇപ്പോഴും അദ്ദേഹം എന്നെ മോളെ പോലെയാണ് കാണുന്നത്. പിന്നെ എൻ്റെ അടുത്ത നീക്കം എന്നെ മോളെ പോലെ അദ്ദേഹം കാണുന്നത് ഇല്ലാതാക്കുക എന്നായിരുന്നു. ഞാൻ ആ ബന്ധം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തോട്, ഗുഡ് മോർണിംഗ് അച്ഛാ, ഇതാ ചായ. ഗുഡ് മോർണിംഗ് മോളു. ആ, ചായ ഇങ്ങത്താ. താങ്ക്സ് മോളെ. അച്ഛാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, കഴിക്കാൻ വരൂ. ഞാൻ ഇപ്പോൾ വരാം മോളെ. ഞാൻ ഈ പത്രം ഒന്ന് വായിച്ചിട്ട് വരാം. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ നിനക്ക് ചോദിക്കാനുള്ളത്? എന്താണെങ്കിലും നീ പറ. ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ്? അത് ഞാനാണ്. അതിലെന്താ നിനക്കൊരു സംശയം? അതോക്കെ, അപ്പോൾ ഈ വീട്ടിലെ കുടുംബനാഥ ആരാണ്? നിന്റെ അമ്മായിയമ്മ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ആരാണ് എന്നാണ്. ഇപ്പോൾ ഈ വീട്ടിലെ കാര്യമെല്ലാം നോക്കുന്നത് അമ്മായിയമ്മയല്ലല്ലോ, അത് പണ്ടല്ലേ. ഓ സോറി മോളെ, ഇപ്പോൾ നീയാണ് ഈ വീട്ടിലെ കുടുംബനാഥ. ഓക്കെ. അച്ഛാ, ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? നീ ചോദിക്കുമോളെ. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എന്റെ ഈ ചോദ്യം കേട്ട് അദ്ദേഹം അന്തം വിട്ടുപോയി. എന്നിട്ട് അദ്ദേഹം എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചു. നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഇപ്പൊ അറിഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ ഒന്ന് പറ അച്ഛാ, ഒന്നറിയാൻ വേണ്ടിയാ. അത് അവർ തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ പോലെ ആയിരിക്കും. അതെ, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മോളെ, നീ എനിക്കെന്റെ മോളെ പോലെയാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ശരിയാകില്ല. ആദ്യം അച്ഛൻ എന്നെ മോളെ പോലെ കാണുന്ന നിർത്ത്. പിന്നെ ഞാൻ അച്ഛൻ്റെ മോളല്ല. അച്ഛൻ്റെ പെണ്ണായി എന്നെ കാണാൻ നോക്ക്. പക്ഷേ മോളെ, നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്ക് നിന്നെ എങ്ങനെയാ അങ്ങനെ കാണാൻ കഴിയുക? അല്ല, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പെണ്ണാണ്. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം എന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് വലിഞ്ഞു മുറുകി. പക്ഷേ അയാൾ ഒന്നുകൊണ്ടും എന്നോട് അടുക്കാൻ ശ്രമിച്ചില്ല. ഞാൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു. അപ്പോൾ അദ്ദേഹം സ്വയം മറന്നുകൊണ്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഞങ്ങൾ എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പരസ്പരം എന്തൊക്കെയോ ചെയ്തു. ഇനി നിന്റെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്നു മുതൽ ഞാൻ നിന്റെ കുടുംബനാഥൻ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അത് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ലവ് യു അമിത്. അപ്പോഴാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്നു മുതൽ ഞാൻ എൻ്റെ അമ്മായിയച്ഛനെ അമിത് തന്നെ വിളിക്കുമെന്ന്. ഐ ലവ് യു ശ്വേത. അപ്പോൾ പെട്ടെന്ന് ഡോർബെല്ല് മുഴങ്ങി. ആ ശബ്ദം കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പുറത്താരോ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അദ്ദേഹം എന്നെ പിടിച്ചു ഇരുത്തിയിട്ട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് അവിടെ നിന്നു. പുറത്തു വന്നത് പാൽക്കാരനാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ പോയപ്പോൾ അമിത് വാതിലടച്ച് എൻ്റെ മുറിയിലേക്ക് വന്നു. ഞാൻ എൻ്റെ അമ്മായി അമ്മയുടെ നെറ്റി എടുത്തിട്ടു. ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇത് ഇട്ടത്? ഞാൻ ഇത് ഇട്ടത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്ന് തോന്നാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എന്നെ എടുത്ത് വാരി പുണർന്നുകൊണ്ട് ബെഡിലിരുത്തി. എനിക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് അമ്മായി അമ്മയ്ക്ക് ഈ നിങ്ങളുമായി ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ്. ശരിക്കും അതെ, എനിക്ക് നിങ്ങളുടെ മനസ്സിൽ അവരുടെ സ്ഥാനം തട്ടിമാറ്റി ആ സ്ഥാനം എനിക്ക് വേണം. ആ സ്ഥാനം ഞാൻ പൂർണ്ണമായി എൻ്റേതാക്കണം. നീ എപ്പോഴേ ആ സ്ഥാനത്ത് നീ നേടിക്കഴിഞ്ഞല്ലോ ഡാർലിംഗ്. അങ്ങനെ 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അമിത്, ഒന്ന് നിർത്ത്. എനിക്ക് നിങ്ങളെ മുഴുവനായും വേണം. എനിക്ക് നിങ്ങളുടെ പ്രണയം എന്താണെന്ന് അറിയണം, പ്ലീസ്. ഓക്കെ ഡാർലിംഗ് എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വാരി പുണർന്നു. പിന്നെ അവിടെ നടന്നതൊന്നും പറയണ്ടല്ലോ. കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും സ്വയം മറന്ന് സുഖിച്ചു. ഇതുവരെ കിട്ടാത്ത അനുഭവം എൻ്റെ ഭർത്താവിൽ നിന്ന് പോലും എനിക്ക് ഇങ്ങനെ സുഖം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നന്നായി എൻ്റെ അമ്മായിയച്ഛൻ എന്നെ സുഖിപ്പിച്ചു. എത്ര വയസ്സായാലും കിളവന്മാർ ഒരു മുതൽ തന്നെയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ കമൻ്റ് ഇടുക. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കൊരു പുതിയ കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.